ഇന്നത്തെ സുവിശേഷം യോഹന്നാൻ 11:45 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. ലാസറിൻ്റെ ഉയർപ്പിന് ശേഷം യേശുവിൻ്റെ പ്രശസ്തി വർദ്ധിക്കുന്നതും അത് ഭയന്ന് അവിടുത്തെ വധിക്കാൻ മതനേതാക്കൾ ഗൂഢാലോചന നടത്തുന്നതുമാണ് ഈ ഭാഗത്തെ പ്രമേയം. ഒരു മനുഷ്യൻ്റെ മരണം ഒരു ജനതയുടെ രക്ഷയായി മാറുമെന്ന കയഫാസിൻ്റെ പ്രവചനം അറിയാതെയാണെങ്കിലും വലിയൊരു സത്യം വെളിപ്പെടുത്തുന്നു. ലാസറിനെ ഉയർപ്പിച്ചത് കണ്ട പലരും യേശുവിൽ വിശ്വസിച്ചു. എന്നാൽ ഫരിസേയർ ഭയപ്പെട്ടു. ഇവൻ ഒട്ടേറെ അടയാളങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, നാം എന്തു ചെയ്യണം? ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ട് സന്തോഷിക്കുന്നതിന് പകരം തങ്ങളുടെ അധികാരവും സ്ഥാനവും നഷ്ടപ്പെടുമെന്ന ഭയമാണ് അവരെ ഭരിച്ചത്. സ്വാർത്ഥതയും അധികാരമോഹവും നമ്മുടെ കണ്ണുകളെ അന്ധമാക്കിയാൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ പോലും നമുക്ക് ഭീഷണിയായി തോന്നും. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനമുണ്ടോ അതോ ഭയത്തിനാണോ എന്ന് ചിന്തിക്കണം. മഹാപുരോഹിതനായ കയഫാസ് പറഞ്ഞു, ജനത്തിന് വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നത് നന്നായിരിക്കും. യേശുവിനെ ഇല്ലാതാക്കാനാണ് അവനിത് പറഞ്ഞതെങ്കിലും യേശു ലോകത്തിൻ്റെ പാപങ്ങൾക്കായി ബലിയാകുമെന്നുള്ള വലിയ സത്യമാണ് അവിടെ വെളിപ്പെട്ടത്. ശത്രുക്കളുടെ വാക്കുകളെപ്പോലും ദൈവം തൻ്റെ രക്ഷാകര പദ്ധതിക്കായി ഉപയോഗിക്കുന്നു. തിന്മയുടെ ആലോചനകൾക്കിടയിലും ദൈവത്തിൻ്റെ പദ്ധതികൾ നടപ്പിലാകുന്നു. ലോകം നമ്മെ തകർക്കാൻ ശ്രമിക്കുമ്പോഴും ദൈവം അതിലൂടെ നന്മകൾ വിളയിക്കുന്നു. തനിക്കെതിരെയുള്ള ഗൂഢാലോചന അറിഞ്ഞ യേശു ജെറുസലേമിൽ നിന്ന് മാറി എഫ്രായിം എന്ന ഗ്രാമത്തിലേക്ക് പോയി. തൻ്റെ സമയം ഇനിയും വന്നിട്ടില്ലെന്ന് അവിടെ നിന്ന് അറിഞ്ഞു. ആത്മീയമായ ഒരു വലിയ പോരാട്ടത്തിന് മുൻപുള്ള ശാന്തതയായിരുന്നു അത്. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്ന് അല്പം മാറി നിന്ന് പിതാവായ ദൈവത്തോട് ചേർന്നിരിക്കാൻ നമുക്ക് സാധിക്കണം. ഏകാന്തതയും പ്രാർത്ഥനയുമാണ് വലിയ ദൗത്യങ്ങൾക്കായി നമ്മെ ഒരുക്കുന്നത്. പെസഹ തിരുനാൾ അടുത്തിരിക്കെ എല്ലാവരും യേശുവിനെ അന്വേഷിക്കുകയായിരുന്നു. അവൻ വരുമോ എന്നതായിരുന്നു അവരുടെ ചോദ്യം. തൻ്റെ ജീവൻ നൽകാൻ അവൻ വരുമെന്ന് അവർ അറിഞ്ഞില്ല. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ബലിയാകാൻ തയ്യാറാകുന്നതാണ് യഥാർത്ഥ സ്നേഹം. ലോകം കല്ലെറിയുമ്പോഴും കുരിശിലേറ്റുമ്പോഴും യേശു സ്നേഹത്തിൻ്റെ പാതയിൽ ഉറച്ചു നിന്നു. ആ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളെയും സ്പർശിക്കട്ടെ. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ലോകത്തിൻ്റെ ഗൂഢാലോചനകൾക്കിടയിലും അങ്ങയുടെ രക്ഷാകര പദ്ധതി വിശ്വസ്തയോടെ പൂർത്തിയാക്കിയ യേശുവിനെ ഞാൻ സ്തുതിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ ഭയങ്ങളെയും സ്വാർത്ഥതകളെയും മാറ്റണമേ. മറ്റുള്ളവർക്ക് വേണ്ടി ചെറിയ ത്യാഗങ്ങൾ ചെയ്യാനുള്ള മനസ്സും ദൈവഹിതം തിരിച്ചറിയാനുള്ള വിവേകവും എനിക്ക് നൽകണമേ. അങ്ങയുടെ വലിയ സ്നേഹത്തിൻ്റെ തണലിൽ എന്നെ കാത്തുകൊള്ളണമേ. ആമേൻ.